എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവതം ഇന്ന് ദശമസ്കന്ധത്തിലെ 65-ാമത്തെ അധ്യായം. ബലഭദ്രൻ ഗോകുലത്തിൽ പോകുന്നതും അവിടെ ഗോപികമാരോടുകൂടി രസിക്കുന്നതും യമുന തൻ്റെ ആജ്ഞ നിരാകരിച്ചതുകൊണ്ട് യമുനയെ കലപ്പ കൊണ്ട് വലിക്കാൻ ശ്രമിച്ച് അവിടെ ഒരു വളവ് വരുന്നതുമൊക്കെയാണ് ഈ അധ്യായത്തിൽ പാരായണം ചെയ്യുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധരഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത്കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം തം നമാമി ഹരിം വരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ജന്മാദസ്യേതുന്മയാദിതരതക്ഷാത്തേശഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ധർമ്മപ്രോചിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വര സദ്യോ ഹൃദ്യവരുത്തതേ ത്രിപൃഥിവി ശുശ്രൂഷുവി തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുകുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് അതിന്റെ കണക്ഷൻ വേറെയാ? അതിന്റെ കണക്ഷൻ വേറെ, ഇതിന്റെ കണക്ഷൻ വേറെയാ? എന്താ ലൈറ്റ് പോയില്ലേ? ഇതും പോയില്ലേ? ഇല്ല, അത് ഒച്ചയുണ്ടല്ലോ. പക്ഷേ ഇന്ന് ചാർജ് വർത്തമാനം പറയില്ല, ഇത് റെക്കോർഡ് ചെയ്യും. ചാർജ് പോയാൽ ഇത് നിന്നു, ചാർജ് ഉണ്ടെങ്കിൽ ഇത് ബാറ്ററി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. അത ശ്രീമദ് മഹാഭാഗവത പഞ്ചഷഷ്ടിതമോധ്യായഃ. ശ്രീശുഗോവാച ബലഭദ്ര കുരുശ്രേഷ്ഠ ഭഗവാൻ രഥമാസ്ഥിത സുഹൃദൃക്ഷു ഉത്കണ്ഠ പ്രയയോ നന്ദ ഗോകുലം. നമോ ഭഗവതേ വാസുദേവായ. ജഗദീശ്വര ഇത്യാരോപ്യാംഗമാലിംഗ്യ നേത്രൈ ശിശിച്ച നോക്കി വെച്ചാ മതി. മുന്നേ സമുപേത്യാദ ഗോപാലാൻ ഹാസ്യഗ്രഹാദിഭി നിശ്രാന്തം സുഖമാസീനം
പപ്രച്യുപര്യുപാഗതാഃ ദുഷ്ടാചാനാമയം ശേഷൂപ പ്രേമഗദ്ഗതയാ ഗിരാ കൃഷ്ണേ കമലപത്രാക്ഷേ സംന്യസ്താഖില രാധസ കച്ചിന്നോ ബാന്ധവാ രാമ സർവേ കുശലമാസതേ കച്ചിസ്മരധനോ രാമ യൂയം താരസുതാന്യതാഃ ദിഷ്ട്യാ കംസോ അധഃ പാപോ ദിഷ്ട്യാ മുക്താ സുഹൃജ്ജന നിഹത്യ നിർജിത്യ രിപൂൻ ഇഷ്ട്യാസുഖം സമാശ്രിത. സമാശ്രിത. ബലഭദ്രൻ ഗോകുലത്തിൽ അന്ന് പോയതിനു ശേഷം വീണ്ടും മധുരയിലേക്ക് ആദ്യം ചെറിയ കുട്ടികളായിട്ട് പോയതിനു ശേഷം ഇപ്പോഴാണ് തിരിച്ചു പോകുന്നത്. അവിടെ ചെന്ന ഉടനെ എല്ലാവരും സന്തോഷപ്രകടനം കാണിക്കുകയും ഭഗവാനെ പറ്റിയും മധുരയിലെയും ദ്വാരകയിലെയൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുകയാണ്. ഗോപ്യാഹ സന്ധ്യ പപ്രച്ചു രാമസന്ദർശനാധൃതാഃ കച്ചിദാസ്തേ സുഖം കൃഷ്ണ പുരസ്ത്രീജനവല്ലഭ കർജിസ്മരതി വാഗന്ധുൻ പിതരം മാതരം ച സ അപ്യസൗ മാതരം ദ്രഷ്ടും സകൃതപ്യാഗമിഷ്യതി അഭിവാസ്മരതേ സ്മാകം അനുസേവം മഹാഭുജ മാതരം പിതരം ഭ്രാതॄൻ പദീൻ പുത്രാൻ സുരവി യദർത്ഥേ ജഹിമത്താസാഖ ദുസ്ത്യജാൻ സ്വജനാൻ പ്രഭോ താന സദ്യ പരിത്യജ്യ ഗത സംഛിന്ന സൗഹൃദ താദൃശം ശ്രീഭിർന ശ്രദ്ധേദഭാഷിതം. ഗോപികമാർ പരിഭവം പറയുകയാണ്. കഥം नु ഗൃഹ്ണന്ത്യനവസ്ഥിതാത്മന വജകൃതജ്ഞസ്യ ബുധാ പുരസ്ത്രിയ ഗൃഹ്ണന്തി വൈ ചിത്രകഥസ്യ സുന്ദരൻ സ്മിതാവലോകോ സുഷിതാസ്മരാതുരാഃ കിം നസ്തത്കഥയാ ഗോപ്യ കഥാ കഥേതാ പരാ യാത്യസ്മാഭിം വിനാ കാലോ യതി തസ്യ തഥൈവ ന ഇതി പ്രഹസിതം ശൗര്യേ ജൽപിതം ചാരുവീക്ഷിതം ഗതിം പ്രേമ പരീക്ഷംഗം സ്മരദ്യോരുരുദുശ്രിയഃ സംഘർഷണസ്ഥാ കൃഷ്ണസ്യ സന്ദേശയഹൃദയംഗമയി സ്വാന്തയാമാസ ഭഗവാൻ നൂനോയ കോവിദ. ഭഗവാനെ പറ്റി പറയുമ്പോൾ ഗോപസ്ത്രീകളൊക്കെ വിഷമിച്ച് കരയുകയും ബലഭദ്രസ്വാമി അവരെ ആശ്വസിപ്പിച്ച് അവിടെ കുറേ നാൾ താമസിക്കുകയും ചെയ്യുന്നതൊക്കെയാണ് പാരായണം ചെയ്യുന്നത്. ദൗമാസോ തത്ര ചാവാൽസീത് മധും മാധവമേവ ച രാമക്ഷ്പാസു ഭഗവാൻ ഗോപീനാം രതിമാവഹൻ പൂർണ്ണജന്മകലാമിഷ്ടേ കൗമുദീ ഗന്ധവായുന യമുനോപവനെ രമേ സേവിതേ ശ്രീഗണേ വൃത വരുണപ്രേക്ഷിതാ ദേവി വാരുണീ വൃക്ഷഗോചരാ പതന്തി തദ്വനം സർവം സുഗന്ധേനാദ്യവാസയത് സംഗന്ധം മധുധാരായ വായുനോ ഭഗവതം വയാ അഗ്രായോ ഭഗവതസ്തത്ര ലലനാമം പ്രഭവോ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഉപഗീയമാനചരിതോ വനിതാഭിർഹലായുധ വനേഷു വിചരദ്ധീപോ മദവിഹ്വലലോചന സൃഗേക കുണ്ടലോ മത്തോ വൈദയന്ത്യാജമാലയ ബിഭ്രസ്മിതമുഖാംബോജം ശ്വേതപ്രാലേയ ഭൂഷിതം സ ആജുവഹാവ യമുനാം ജലക്രീഡാർത്ഥമീശ്വര നിജം വാക്യമനാദൃത്യ മത്തൈത്യാപകാംബലാഃ അനാഗതാം ഫലാഗ്രേണ കുലോ വിചകർഷഃ അഭേത്വം മാമവജ്ഞായ യന്നായാസ്യമയാ പുരാ നേഷ്യേത്വാം ലാംഗലാഗ്രേണ സകല കാമചാരിണി. യമുനാദേവിയെ വിളിച്ചപ്പോൾ യമുനാദേവി കുടിച്ച് മത്തനായിരിക്കുന്ന ബലഭദ്രരുടെ ആജ്ഞ സ്വീകരിക്കാതിരിക്കുകയും ബലഭദ്രൻ കോപം കൊണ്ട് തൻ്റെ കലപ്പ് കൊണ്ട് യമുനാദേവിയെ വലിച്ചെടുക്കുകയും ചെയ്യുന്നതും അതിൽ യമുനാദേവി ഭയപ്പെട്ട് ബലഭദ്രരുടെ അടുത്തേക്ക് വരുന്നതുമൊക്കെയാണ് പറയുന്നത്. ഏവം നിർബൽസിതാഭീത യമുനാം യദുനന്ദനം ഉവാച ചകിതാവാചം പതിതാ പാദയോ നൃപ രാമ രാമ മഹാബാഹോ ന ജാനേ തവ വിക്രമം യസേകാംശേന വിദധാ ജഗദീ ജഗദപദേ പരം ഭാവം ഭഗവതോ ഭഗവൻ മാമജാനകീം മോക്തുർമഹസി വിശ്വാത്മൻ പ്രപന്നാം ഭക്തവത്സലാ തതോ വ്യമുഞ്ജദ്യമുനാം യാചിതോ ഭഗവാൻ ബല
വിജഗാഹ ജലം സ്ത്രീഭി കരേണുഭിരിവേപരാട്. ഇന്നും ആ യമുനാദേവി ആ സ്ഥലത്ത് കലപ്പ സ്ഥലത്ത് വളഞ്ഞാണിത്ര ഒഴുകി പോകുന്നത്. കാമം വിഹൃത്യ സലിലാദുത്തീർണായാസിതാംബരേ ഭൂഷണാനി മഹാർഹാണി ദദൗ കാന്തിം ശുഭാം ശ്രജം നീലേ മാലാഭാമുച്ച കാഞ്ചനി രേജേ സ്വലംകൃതോ ലിപ്തോ മഹാകേന്ദ്ര ഇവ വാരണ അദ്യാഭിദൃശ്യതേ രാജൻ യമുനാ കൃഷ്ണവർണ്ണന വരസ്യാനന്ദവീരസ്യ വീര്യം സൂചയതീവഹി ഏവം സർവാനിശായാത ഏകേവ രാമതോ വ്രജേ രാമസ്യാക്ഷിപ്തചിത്തസ്യ മാധുരേ വ്രജയോഷിതാ. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമംസ്യ സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ബലദേവ വിജയേ യമുനാകർഷണം നാമ പഞ്ചഷഷ്ടിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത കീർത്തനം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കിരവക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത ഗതിനവനീതഹര കൃഷ്ണ കരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര തുളസീദാമദര ദേവാ ജയ ജയ ഭാഗവത ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന ദേവാ ജയ ജയ ഭാഗവത നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത സ്തുതിവര ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത പൂന്ദാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. വിഷ്ണു ഭുജംഗ പ്രയാഗത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രയാഗം. ഇദം സംവിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. മഹായോഗപീഠേ പരിഭ്രാജം വിശുദ്ധം ശിവ ജഗജ്ജീവനം ജ്യോതിരാരൂപം അദിഗ്ദേശ